നമസ്കാരം. വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്താനസിയോസ് യോഹാൻ സുഖം പ്രാപിച്ച് തിരിച്ചു വരുമെന്ന് കരുതിയിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ. മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നതും വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായിരുന്നു. എന്നാൽ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും 2 തവണ ഹൃദയാഘാതമുണ്ടായതോടെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. നേരത്തെ ശസ്ത്രക്രിയ വിജയമായിരുന്നുവെന്നും ആന്തരിക രക്തസ്രാവം തടയാൻ കഴിഞ്ഞുവെന്നും സഭയുടെ PRO ഫാദർ സിജോ പന്തപ്പള്ളി അറിയിച്ചിരുന്നു. എന്നാൽ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിൻ്റെ ജീവനെടുത്തതെന്ന് സഭാ അധികൃതർ വ്യക്തമാക്കി. തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് നിന്ന് 4 ദിവസം മുൻപാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത്. സഭയുടെ ക്യാമ്പസിനുള്ളിലാണ് അദ്ദേഹം പതിവായി പ്രഭാത സവാരി നടത്തുന്നത്. ഇന്നലെ മാത്രം അദ്ദേഹം ക്യാമ്പസിന് വെളിയിലെ റോഡിലൂടെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. അമേരിക്കൻ പ്രാദേശിക സമയം 6:45-നാണ് അപകടം നടന്നത്. ഡാലസിലെ മെത്താഡ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് സാധാരണഗതിയിൽ പ്രഭാത സവാരിക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുക. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ക്യാമ്പസിന് പുറത്തേക്കാണ് പോയത്. അജ്ഞാത വാഹനമാണ് ഇടിച്ചത്. നിരാലംബർക്ക് സാന്ത്വനമേകി ആതുര സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് KP യോഹന്നാൻ്റെ ജനനം. കൗമാരകാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു. 16-ാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി 1974 അമേരിക്കയിലെ ഡാലസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു. പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ച് പിന്നീട് വൈദിക ജീവിതം. ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസലെ വിവാഹം ചെയ്തു. 1978 ഭാര്യയുമായി ചേർന്ന് തുടങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി. സംഘടന വളർന്നതോടെ നീണ്ട വിദേശവാസത്തിനു ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി 2003 ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ആതുര സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി. ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി. ഇന്ത്യയിലുടനീളം സഭ കാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തു. ദുരന്ത മുഖങ്ങളിൽ കാരുണ്യസ്പർശമായി. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറുമ്പോൾ ലോകമെമ്പാടും വേരുകളുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപ്പോലീത്ത സ്ഥാനം KP യോഹന്നാനെ വിശ്വാസികളെ ഏൽപ്പിച്ചു.